എങ്കിലും അർച്ചനയുടെ സ്ഥാനത്ത്. വേണ്ട, ഇനിയൊന്നും വിശദീകരിച്ച് പറയണ്ട. എത്രയെങ്കിലും എന്നോട് മനസ്സ് തുറന്നല്ലോ, എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി സച്ചി. അതാരാ? അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സർ. സാർ ഈ അവന്തിക അസോസിയേറ്റ്സ് കേട്ടിട്ടുണ്ടോ? അതിന്റെ MD ആ കക്ഷി. അവരെ കുറിച്ച് ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരും നിങ്ങളും തമ്മിൽ എന്താ പ്രശ്നം? അവരാ സർ ഞങ്ങളുടെ എല്ലാം ജീവിതം തകർത്തത്. ഞങ്ങൾ തമ്മിലുള്ള കേസ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇന്നവര് തോറ്റു. നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. അവരുടെ എല്ലാ അഹങ്കാരത്തിനും ഇന്നത്തോടെ തിരിച്ചടി കിട്ടി സർ. അപ്പോ ആതിരയ്ക്കും കുടുംബത്തിനും ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണല്ലേ? ചെലവ് ചെയ്യണം. ആ തീർച്ചയായും സർ. ശരി, അപ്പൊ ജോലി നടക്കട്ടെ. സച്ചിക്ക് വേറെ എന്തെങ്കിലും വേണോ? ഏയ് വേണ്ട, വക്കീലിനെ വാങ്ങിച്ചോ. എനിക്കൊന്നും വേണ്ട, താങ്ക് യു. കുടിക്ക്. ഞങ്ങളെ ഇത്രയൊക്കെ സഹായിക്കുന്നതിന് വക്കീലിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എത്ര ഫീസ് വന്നാലും ഈ കടം തീർക്കാൻ കഴിയില്ല. ഫീസൊക്കെ ഞാൻ വാങ്ങിക്കോളാം, പക്ഷേ അത് മാത്രമല്ലല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. ഒരു വക്കീലും തന്റെ കക്ഷിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടില്ല. കയ്യിൽ നിന്നിങ്ങനെ കാശ് മുടക്കില്ല. ഞാനിതൊക്കെ ചെയ്യുന്നത് ഒരു വെറും അഡ്വക്കേറ്റ് എന്ന നിലയിൽ മാത്രമാണെന്നാണോ സച്ചി കരുതിയിരിക്കുന്നത്? ആദ്യം നമ്മൾ തമ്മിൽ കണ്ടത് എപ്പോഴാണെന്ന് സച്ചിക്ക് ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട്. അന്ന് കോടതിയിൽ വെച്ച് എനിക്ക് ജാമ്യം എടുക്കാൻ വന്നപ്പോ. അതെ, സച്ചിയുടെ കേസ് അപ്പിയർ ചെയ്യണമെന്ന് ഗൂഗിൾ സാർ എന്നെ വിളിച്ച് പറയുമ്പോ ഗൂഗിൾ സാറിന്റെ ഏതോ ഒരു കക്ഷി എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് സച്ചിയെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിഞ്ഞു വന്നപ്പോ ഒരു വക്കീലും കക്ഷി എന്നതിനപ്പുറം ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലൊരു അടുപ്പം എന്റെ മനസ്സിൽ തോന്നി. പ്രത്യേകിച്ച് സച്ചിയുമായി അടുത്ത് ഇടപഴകിയപ്പോ സച്ചിന്റെ ആരോഗ്യമായി. വക്കീലിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം ഒരു വെറും കക്ഷിയുടേത് മാത്രമല്ലെന്ന് എനിക്കറിയാം. എന്റെ മനസ്സിൽ സച്ചിക്കുള്ള സ്ഥാനം എന്താണെന്ന് ഒന്ന് ഊഹിച്ചു പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നില്ല അല്ലേ? ആ, അത് പിന്നെ ഒരു നല്ല ഫ്രണ്ട്. ഏത് സമയത്തും എന്തിന് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത്. വക്കീലിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനം എനിക്കുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ആത്മാർത്ഥ സുഹൃത്ത്, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒരടുപ്പവും നമ്മൾ തമ്മിലില്ലേ? എന്നോടെന്നല്ല ഒരു പെണ്ണിനോട് സച്ചി തെറ്റ് ചെയ്യില്ല. അത് തിരിച്ചറിഞ്ഞോളാം ഞാൻ. എനിക്ക് ഇത്രയും നന്മയുള്ള സച്ചിയുടെ രണ്ടാം ഭാര്യ ആകേണ്ടി വന്നാലും അതിൽ അഭിമാനമേ ഉള്ളൂ. ചില നേരങ്ങളിൽ നമ്മൾ പോലും അറിയാതെ ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, എന്നിട്ട് എല്ലാം മാറ്റിമറിക്കും. സച്ചിയെ പോലെ. റിയലി യു ആർ വെരി ലവബിൾ. ഒരു ഫ്രണ്ട് എന്നതിനപ്പുറമുള്ള ഒരു വലിയ സ്ഥാനവും ആത്മാർത്ഥമായ സ്നേഹവും വക്കീലിന്റെ മനസ്സിൽ എനിക്കുണ്ട്. അതെനിക്കറിയാം. പലപ്പോഴായിട്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ മറ്റാരെക്കാളും നന്നായി വക്കീൽ എന്നെ മനസ്സിലാവും, എന്റെ അവസ്ഥ മനസ്സിലാവും. അല്ലായിരുന്നെങ്കിൽ വക്കീലിനറിയാലോ, എന്റെ ജീവന്റെ പാതിയായി ഞാൻ അർച്ചനയെ സ്നേഹിച്ചു പോയി. അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും ഈ ജന്മത്തിൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. 10 വർഷം നീണ്ട അന്വേഷണത്തിനും കാത്തിരിപ്പിനും ഒടുവില് എന്റെ പ്രതീക്ഷയെല്ലാം വറ്റിപ്പോയതാണ്. പക്ഷേ ആ സമയത്ത് അവളെ വീണ്ടും കണ്ടുമുട്ടി, അതും വക്കീല് കാരണം.
അർച്ചനെ വീണ്ടും കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇല്ല. എങ്കിലും അർച്ചനയുടെ സ്ഥാനത്ത് വേണ്ട, ഇനിയൊന്നും വിശദീകരിച്ച് പറയണ്ട. എത്രയെങ്കിലും എന്നോട് മനസ്സ് തുറന്നല്ലോ, എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി സച്ചി. സച്ചി എന്നും അർച്ചനയുടേതാ. പവിത്രമായ നിങ്ങളുടെ ബന്ധം എന്നും അങ്ങനെ തന്നെ നിലനിൽക്കണം. എനിക്കത് കണ്ടാ മതി. ആ അമ്മയാ. ആ ഹലോ അമ്മേ. മോനെ, ആരതിമോള് കൂടെയുണ്ടോ? ആ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ആരതിമോളും കുട്ടിയെ നേരെ ഇങ്ങോട്ടേക്ക് പോര്. ഇന്നത്തെ അത്താഴം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് ആരതിമോളോട് പറ. ആ ഞാൻ പറയാമേ. അത്താഴമൊക്കെ കഴിഞ്ഞ് മോൻ തന്നെ ആരതിമോളെ കൊണ്ട് വിട്ടാൽ മതിയല്ലോ. ആ ശരിയമ്മേ, ഞാൻ വക്കീലിനെയും കൂട്ടിക്കൊണ്ടുവരാം. ആ ശരി. വക്കീലിനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലാനാ അമ്മ പറഞ്ഞേ. ഇന്നത്തെ അത്താഴം അമ്മയുടെ വക. എന്നിട്ട് ഞാൻ തന്നെ വക്കീലിനെ വീട്ടിൽ കൊണ്ടാക്കാം. എന്താ അതുപോലെ? സോറി സച്ചി, ഇന്ന് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. വീട്ടില് നേരത്തെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നും വീട്ടിലേക്ക് വരാൻ വലിയ താല്പര്യം കാണിക്കുന്ന ആളല്ലേ, പിന്നെ ഇന്നും തോറ്റി. അതുമാത്രമല്ല, എല്ലാവരുടെയും സന്തോഷം വക്കീലിനൊപ്പം പങ്കിടാനുള്ള അവരുടെ ആഗ്രഹം കൊണ്ടാ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് ചെല്ലാൻ അവർ പറഞ്ഞത്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. പിന്നൊരു ദിവസം വരാം. ശരി സച്ചി, ഞാൻ ഇറങ്ങോ? ഹലോ, എന്തായി മുതലാളി? കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച വഴിയിലേക്ക് തന്നെ വരുന്നത്. പക്ഷേ വേറൊരു കാര്യം പറയാൻ ഞാൻ ഇപ്പോൾ വിളിച്ചത്. എന്താ കനകാംബരം? മാഡം കോടതിയിൽ തോക്കുന്നതിന്റെ വലിയ ആഘോഷം നടക്കുന്നത്. ആര് പറഞ്ഞു? ആതിര വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഓ അത് ശരി, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ.